ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അരുൺ. ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എംഐയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറ 360. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഒരു cctv ക്യാമറ ഫിറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധന സാമഗ്രികളൊക്കെ രാത്രി കാണാതാവുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു സെക്യൂരിറ്റി ക്യാമറ ഫിറ്റ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഈ ക്യാമറയുടെ ബോക്സിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന MRP പ്രൈസ് എന്ന് പറയുന്നത് 3999 രൂപയാണ്. എങ്കിലും നമുക്കിത് 3500 രൂപ മുതൽ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റുമൊക്കെ കിട്ടും. ഓൺലൈനിലൊക്കെ വില കുറവാണ്. അതിലും നമുക്ക് ഈ ക്യാമറയുടെ പ്രധാന ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ എഴുതിയിട്ടുണ്ട് MI ഹോം സെക്യൂരിറ്റി ക്യാമറ 360 ഡിഗ്രി 1080p. അത് പറയുന്നത് ഇതിന് 360 ഡിഗ്രി വ്യൂ ഉണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് 360 ഡിഗ്രി വ്യൂ കിട്ടുന്നത് എന്നുള്ളത്. അതോടൊപ്പം 1080p റെക്കോർഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫുൾ HD റെക്കോർഡിംഗ് ആണ്, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റു ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. AI മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട്. അതായത് ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ച ശേഷം അതിന്റെ ഫ്രണ്ടിൽ കൂടെ എന്തെങ്കിലും ഒരു വസ്തു ചലിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അലേർട്ട് തരുന്ന ഒരു സിസ്റ്റം ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അത് വളരെ സഹായകരമായിട്ടുള്ളൊരു ഫീച്ചറാണ്. അതോടൊപ്പം രണ്ടാമത് പറഞ്ഞേക്കുന്ന HD ഹൈ ഡെഫിനിഷൻ വീഡിയോ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 1080p റെക്കോർഡിംഗ് ഉണ്ടെന്ന്. ഹൈ ഡെഫിനിഷൻ വീഡിയോ ആണ്. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ്. രാത്രിയിലുള്ള വിഷ്വൽസ് ഒക്കെ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇൻഫ്രാറെഡ് ആയതുകൊണ്ട് തന്നെ കളർ ആയിരിക്കില്ല കിട്ടുന്നത്, പകരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ടോക്ക് ബാക്ക് ഫീച്ചറാണ്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഒരു മൈക്രോഫോണും അതോടൊപ്പം തന്നെ സ്പീക്കറും ഉണ്ടായിരിക്കും. നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിലോ മറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിലൂടെ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാം. അതിനുള്ളൊരു ഫീച്ചറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അലക്സ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആമസോണിന്റെ അലക്സ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഗൂഗിൾ അസിസ്റ്റന്റ്, വോയിസ് കമാൻഡിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. ഇതിന്റെ രണ്ടിന്റെയും സപ്പോർട്ട് ഈ ക്യാമറയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്യാമറയുടെ അൺബോക്സിംഗിലേക്ക് കടക്കാം. സീൽഡ് ബോക്സ് ആണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൽ ബോക്സ് പോലെ എന്തോ ഉണ്ട്. നമുക്കൊന്ന് പുറത്തെടുത്തിട്ട് നോക്കാം. ആദ്യം ഒരു ബോക്സ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ക്യാമറയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. കവറിനുള്ളിലാണ് ഇതിലൊന്ന് പൊട്ടിച്ച് നോക്കാൻ. ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രോഡക്റ്റ്. ഏകദേശം ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള ഒരു ഡോമാണ് മുകളിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് താഴെ ഒരു ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഒരു ഡോം ഉണ്ട്. ഇവിടെ ഷവോമിയുടെ ലോഗോ ഉണ്ട്. ഇതാണ് മെയിൻ ലെൻസ്. നമുക്ക് ഇതിനോടൊപ്പം തന്നിട്ടുള്ള ആക്സസറി ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബുക്ക്ലെറ്റ്, ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഫോണിൽ കണക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് വായിച്ചു നോക്കണം. ഇക്കാലം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി ബോക്സിനുള്ളിലുള്ളത് നമുക്ക് ഈ ക്യാമറ സീലിംഗിലോ മറ്റോ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബ്രാക്കറ്റ്, അതിനുള്ള ഫിഷർ, സ്ക്രൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പവർ സോഴ്സ് കണക്ട് ചെയ്യാനുള്ള കേബിളാണ് ഇത്. USB ടൈപ്പ് A to മൈക്രോ USB ടൈപ്പ് ആണ്. ഇതിന്റെ പവർ അഡാപ്റ്റർ ഇതാണ്. ഇതൊരു 5 വോൾട്ട് 2 ആംപിയർ ചാർജ് ആണ്. 10 വാട്ടിന്റെ ഒരു അഡാപ്റ്റർ ആണിത്. ഇതാണ് ക്യാമറയുടെ മെയിൻ ലെൻസ്. ഈ ലെൻസിന് മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം, ഈ ബോൾ പോലെയുള്ള ഈ ഭാഗം ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന് മൊത്തത്തിൽ 360 ഡിഗ്രി വ്യൂ കിട്ടുന്നത്. ഈ ഭാഗത്തിൽ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ LED ഉണ്ട്. മൈക്ക് ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഈ മൈക്കിൽ കുറച്ച് താഴെയായിട്ട് നമുക്ക് ലെൻസ് മുകളിലേക്ക് കുറച്ചൊന്ന് പുഷ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈക്രോ SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് തന്നിട്ടുണ്ട്. ഇവിടെയാണ് 64 GB വരെയുള്ള സപ്പോർട്ട് ഉണ്ട്. മൈക്രോ SD കാർഡ് നമുക്ക് ഇതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യാം. പിന്നീട് ഇതിൽ കാണാനാവുന്നത് ഇതിന്റെ പിൻഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രില്ലാണ്. താഴെ ഭാഗത്തായിട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും തൊട്ടടുത്തായിട്ട് തന്നെ റീസെറ്റിനുള്ള സ്വിച്ച് വന്നിട്ടുണ്ട്.
അടിഭാഗത്തായിട്ട് ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. ഈ സെക്യൂരിറ്റി ക്യാമറ ഉപയോഗിക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ്, ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് MI ഹോമിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്യാമറ നമ്മൾ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വെയിറ്റിംഗ് ഫോർ കണക്ഷൻ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് MIയുടെ ഹോം ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി. ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ റീജിയൻ ആണ് ചോദിക്കുന്നത്. ഇന്ത്യ സേവ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. നമുക്ക് ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് ഇതിലൊരു MI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. സമ്മതിക്കുമല്ലോ അല്ലേ? MI അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ആയിട്ടുണ്ട്. ക്യാമറ എങ്ങനെ കറങ്ങും കേട്ടോ. പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ക്യാമറ വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ഡിവൈസ് ആഡ് ചെയ്യുന്നതിനായിട്ട് അപ്പർ റൈറ്റ് കോർണറിലുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക, സ്കാൻ കൊടുക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ മാനുവൽ കാണിച്ചിരിക്കുന്ന QR കോഡ് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഹോൾഡ് ദ റീസെറ്റ് ബട്ടൺ ഫോർ അബൌട്ട് 3 seconds അണ്ടിൽ ദ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ടേൺസ് യെല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീസെറ്റ് ബട്ടണിൽ ഒന്ന് അമർത്തി പിടിക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ ബൂട്ടപ്പ് ആയിട്ടുണ്ട്. അതിൽ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ സ്കാനിൽ കിട്ടുകയുള്ളൂ. 64 GB ഒരു മെമ്മറി കാർഡ് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സെലക്ഷനായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ കാണാം. ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ കണക്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫോണിലെ ഒരു ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഒരു QR കോഡ് തെളിഞ്ഞ് വരും. ഈ QR കോഡിനെ നമ്മൾ ക്യാമറയിലേക്ക് പോയിന്റ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ക്യാമറയ്ക്ക് അത് റീഡ് ചെയ്യാൻ കഴിയും. QR കോഡ് സക്സസ്ഫുൾ ആയിട്ട് സ്കാൻ ചെയ്തു. അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡിവൈസ് ആഡ് ആയിട്ടുണ്ട്. ഒരു ബേസിക് സെറ്റപ്പ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ലിവിങ് റൂം എന്ന് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇത് ഡിവൈസ് ഓൺലൈനിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടച്ച് കൺട്രോളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ലെൻസ് മുകളിലേക്കോ താഴേക്കോ സൈഡിലേക്കോ ഒക്കെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത് ഞാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ? സൈഡിലേക്കൊന്ന് നീക്കി നോക്കാം. ഇതിൽ പ്ലേബാക്കിന് വേണ്ടിയിട്ടൊരു ടാബ് ഉണ്ട്. നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് MI ഹോം ആപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ക്യാമറ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഒരു പ്ലേ ബട്ടൺ കാണിച്ചിട്ടുണ്ട്. നമുക്കത് പ്ലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്ക് ഫോണിലത് കാണാൻ കഴിയും. കണ്ടില്ലേ? നമുക്ക് ഈ ക്യാമറയുടെ നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ലൈറ്റ് എല്ലാം ടേൺ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് നൈറ്റ് വിഷനിലൊരു ഷോട്ട് എടുക്കാം. ലൈറ്റ് എല്ലാം ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു ക്ലിക്ക് എന്നൊരു സൗണ്ട് കേട്ടു. ഇപ്പോൾ ഇൻഫ്രാറെഡ് ഓൺ ആയിട്ടുണ്ട്. ദേ നൈറ്റ് വിഷനിലെ ഇമേജ് ഇതാ ഇങ്ങനെ ഇരിക്കും. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇൻഫ്രാറെഡ് ആണ്. AR നൈറ്റ് വിഷൻ എനേബിൾഡ് ആയ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലാണ് നൈറ്റ് വിഷൻ കിട്ടുക. എങ്കിലും നൈറ്റ് വിഷൻ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതേ കണ്ടോ, എന്നെ കഥ ഈ രീതിയിലാണ് കാണുന്നത് അതിൽ. ഓക്കെ, ലൈറ്റ് വന്നാൽ ഉടനെ തിരികെ നമ്മുടെ നോർമൽ കളർ മോഡിലേക്ക് തന്നെ ആവുന്നുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ഇതാ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓൾ പ്ലേബാക്ക് വീഡിയോസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഭാഗത്തേക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന
ഭാഗത്ത് നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഫുൾ കളറാണ്. ഇത് നമ്മൾ നൈറ്റ് വിഷനിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകതയെന്നോ പോരായ്മയെന്നോ പറയാവുന്ന ഒരേ ഒരു കാര്യം, ഇതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിനൊരു വർക്കിംഗ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഇതിൻ്റെ റെക്കോർഡിങ് പ്രോപ്പറായിട്ട് നടക്കുന്നതിനും അതോടൊപ്പം നിങ്ങൾക്ക് ലൈവ് വ്യൂ ആയിട്ട് കാണുന്നതിനും വേണ്ടി നെറ്റ് ആവശ്യമുണ്ട്. നെറ്റ് കണക്ഷൻ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം പ്രോപ്പർ ആവുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷവോമിയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇതിന്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ക്യാമറയിലെ ഫീച്ചേഴ്സ് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. നമുക്ക് വയർലെസ് ആയിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം, അതോടൊപ്പം റെക്കോർഡ് ചെയ്യാം. ഒരു cctv ക്യാമറ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി സ്വിച്ചബിൾ ആയിട്ടുള്ള നൈറ്റ് വിഷൻ ആണ്. അങ്ങനെ വളരെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണ് ഇതിൽ റെക്കോർഡ് ആവുന്നത്. ക്യാമറയുടെ ഫുൾ വർക്കിംഗ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ക്യാമറയെ സംബന്ധിക്കുന്ന മറ്റെന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എന്നെ ഈ വീഡിയോ എടുക്കാനായിട്ട്, ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതാണ് രോഹിത്, എൻ്റെ ചേച്ചിയുടെ മകനാണ്, അനന്തരവനാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് എന്നെ ക്യാമറയിൽ നിന്ന് ഹെൽപ്പ് ചെയ്തത് മൊത്തം. അപ്പം പിന്നെ എൻ്റെ പ്രത്യേക നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് അരുൺ ആൻഡ് രോഹിത് സൈനിങ് ഔട്ട്. അപ്പോൾ ദിസ് ഈസ് അരുൺ ആൻഡ് രോഹിത് സൈനിങ് ഔട്ട്.